കലാകാരൻ ധന്യനാകുന്നത്, കല ശ്രേഷ്ഠമാകുന്നത്, കല മറ്റെല്ലാത്തിനേക്കാളും ഭൗതികമായ ഏത് സാഹചര്യത്തിലും അതിനേക്കാളെല്ലാം മുകളിലേക്ക് കല നിൽക്കുന്നത് അവിടെയാണ്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ശ്രീരാഗം അക്കാദമിയെ കുറിച്ച് ഞാൻ പറയേണ്ടതുണ്ട്. 3 പതിറ്റാണ്ട് ഒരു നിസ്സാര കാര്യമല്ല. വള്ളുവനാടിന്റെ കലാ സാംസ്കാരിക രംഗങ്ങളിലേക്ക് ഒട്ടേറെ പ്രഗത്ഭരായ വ്യക്തികളെ സംഭാവന ചെയ്തും പ്രതിഭാശാലികളെ സമ്മാനിച്ചും പ്രകാശം പരത്തിയും 3 പതിറ്റാണ്ടുകൾ അഭിമാനിക്കാം, സന്തോഷിക്കാം. സദനം ഹരികുമാർ സാറുമായി ഞാൻ പങ്കിടുന്ന 2ാമത്തെ വേദിയാണിത്. ഞാൻ നന്നായി ഓർക്കുന്നു. കഥയും കവിതയും നാടകവും നാടകക്കൂട്ടവും വായനയും വായനക്കളരിയും സംഗീതവും വാദ്യവുമെല്ലാം പകലുകളെയും സന്ധ്യകളെയും ത്രസിപ്പിക്കുന്ന പാലൂർ എന്ന എന്റെ വള്ളുവനാടൻ ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ഈശ്വര സങ്കല്പങ്ങൾ ഇതൾ വിരിഞ്ഞ് ആകാശത്തോളം ഉയരുന്ന ആലഞ്ചേരി ക്ഷേത്രമുറ്റത്ത് പുലാമന്തോൾ പഞ്ചവാദ്യ ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പഞ്ചവാദ്യ കലയുടെ പ്രഗത്ഭന്മാർ ഒന്നിച്ചണിനിരക്കുന്ന ഒരു മഹാപഞ്ചവാദ്യത്തിന് തൊട്ടു മുമ്പുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സദനം ഹരികുമാർ സാറാണ്. മുഖ്യ പ്രഭാഷണം ഞാനായിരുന്നു. ഞാൻ ആ പ്രഭാഷണം തുടങ്ങിയതുപോലും ഞാൻ ഓർക്കുന്നു. കേരളത്തിലെ വാദ്യ കുലപതികൾ അണിനിരന്ന വേദിയിൽ ചെർപ്പളശ്ശേരി ശിവൻ സാർ സദനം ഹരികുമാർ സാറിന്റെ അടുത്തിരുന്നിരുന്നു. പ്രസംഗിക്കാൻ എണീക്കുന്നതിന് മുൻപ് അദ്ദേഹം ചെർപ്പളശ്ശേരി ശിവൻ സാറെ ഒന്ന് തൊട്ടു. ഞാൻ ശ്രദ്ധിച്ചു. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ